നമസ്കാരം. ഇന്നും മലയാളത്തിലെ ലേഡി സൂപ്പർ സ്റ്റാർ ആരെന്ന വിഷയത്തിൽ ആരാധകർക്കിടയിൽ തർക്കം നടക്കാറുണ്ട്. ഉർവശി, ശോഭന, മഞ്ജു വാര്യർ എന്നീ പേരുകൾ പറഞ്ഞാണ് തർക്കം ഏറെ നടക്കുന്നത്. മഞ്ജു വാര്യരെയാണ് ലേഡി സൂപ്പർ സ്റ്റാർ എന്ന ആരാധകർ ഏറെയും വിശേഷിപ്പിക്കാറുള്ളത്. എന്നാൽ അത് തെറ്റാണെന്നും ആ ടൈറ്റിലിന് യോഗ്യർ ശോഭനയും ഉർവശിയുമാണെന്നാണ് മറ്റൊരു വിഭാഗം പറയുന്നത്. പക്ഷെ ഇവർ മൂന്ന് പേരും ഇല്ലായിരുന്നെങ്കിൽ അതൊരു വലിയ നഷ്ടമാകുമായിരുന്നു എന്നതിൽ തർക്കമില്ല. ഒരു തലമുറയുടെ നായികാ സങ്കല്പങ്ങളെ മാറ്റിമറിച്ച നായികയായും നർത്തകിയുമായും മലയാള സിനിമാ പ്രേക്ഷകരുടെ മനസ്സിലിടം നേടിയ താരമാണ് ശോഭന. അഭിനയമാണോ, സൗന്ദര്യമാണോ, അതോ നൃത്തത്തിലെ അസാമാന്യ കഴിവാണോ ശോഭനയോട് ഇത്രയേറെ ഇഷ്ടം തോന്നാൻ കാരണമായതെന്ന് ചോദിച്ചാൽ ആർക്കും തന്നെ ഒരു ഉത്തരമായി പറയാനുണ്ടാകില്ല. മലയാളത്തിലും തമിഴിലുമായി നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ച ശോഭന ഇതിനോടകം തന്നെ മുൻനിര നായകന്മാർക്കൊപ്പമെല്ലാം അഭിനയിച്ചിട്ടുണ്ട്. 1990-ൽ പുറത്തിറങ്ങിയ സത്യവാക്ക് എന്ന സിനിമയിൽ ശോഭന ഒരു വേഷം ചെയ്തിരുന്നു. ഈ സിനിമയെക്കുറിച്ച് ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ട് നിർമ്മാതാവ് രാം ബാസു പറഞ്ഞ ചില കാര്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത്. ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശോഭനയുമായി ഞങ്ങൾക്ക് വലിയ പ്രശ്നമുണ്ടായി. കലിയുഗം എന്ന സിനിമ തീർത്തേ വരാൻ പറ്റൂ എന്ന് പ്രഭു പറഞ്ഞു. കുഴപ്പമില്ല, ഒരു ഡേറ്റ് പറയൂ എന്ന് പറഞ്ഞു. ജൂൺ 6, 7, 8 എന്നീ ഡേറ്റുകൾ തന്നു. അപ്പോൾ തന്നെ ശോഭനയെ കണ്ട് ആ ഡേറ്റ് വാങ്ങി. ജൂണിലെ ഡേറ്റ് എന്തിനാണ് ഇപ്പോൾ വാങ്ങുന്നതെന്ന് ചോദിച്ചു. ശോഭന കരാറിൽ ഒപ്പുവെച്ചു. പിന്നീട് ഞങ്ങൾ ആഴ്ചയിലൊരിക്കൽ ഡേറ്റിന്റെ കാര്യം പറഞ്ഞ് ഞങ്ങൾ ശല്യം ചെയ്യും. മെയ് മാസത്തിൽ അവർ വിളിച്ചു. ആ ഡേറ്റിന്റെ കാര്യം പറയാൻ രാവിലെ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞു. നോക്കുമ്പോൾ ആ ഡേറ്റ് ഏതോ മോഹൻലാൽ പടത്തിന് കൊടുത്തിട്ടുണ്ട്. 2 ദിവസം മതി, അതിനുള്ളിൽ ഷൂട്ട് തീർക്കാമെന്ന് പറഞ്ഞു. മോഹൻലാൽ വിടുന്നില്ലെന്ന് അവർ. അമ്മ, ഈ ഡേറ്റിന് നിങ്ങളുടെ മകൾ സെറ്റിൽ ഉണ്ടാകണം, ഇല്ലെങ്കിൽ വേറെ ഒരു സെറ്റിലും ഉണ്ടാകില്ലെന്ന് ശോഭനയുടെ അമ്മയോട് ഒടുവിൽ തീർത്തു പറഞ്ഞു. എനിക്ക് ഈ സിനിമ ഇല്ലെങ്കിൽ ജീവിതമില്ലെന്നും ഞാൻ പറഞ്ഞു. ശോഭന രാവിലെ സെറ്റിൽ കൃത്യമായി എത്തി. 2 എസ്കോർട്ടുകൾ ഉണ്ടായിരുന്നു. അഭിനയിച്ചു. എന്നോട് സോറി പറയാൻ പറഞ്ഞു. പറ്റില്ല, എന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിലേ ക്ഷമ ചോദിക്കൂ എന്ന് പറഞ്ഞു. ഞാൻ സെറ്റ് വിട്ട് പുറത്തു പോയി. സിനിമ തീർത്ത ശേഷം 50,000 രൂപയുടെ ചെക്ക് കൊടുത്തു. ഷൂട്ടിംഗ് തീർത്ത് നന്ദി പറഞ്ഞ് ശോഭന പോയി. ചെക്ക് ബൗൺസ് ആയി. ഉടനെ അവരുടെ അച്ഛൻ കോടതിയിൽ നിന്നും ഓർഡർ വാങ്ങി. റിലീസ് സ്റ്റേ ചെയ്തു. അവർക്ക് 25,000 രൂപ കൊടുത്ത് ഓർഡർ റിവേർട്ട് ചെയ്യാൻ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് പറഞ്ഞു. വലിയ പ്രശ്നമായി. അച്ഛനും അമ്മയും വല്ലാതെ ദേഷ്യപ്പെട്ടു. അന്നങ്ങനെ പറഞ്ഞില്ലേ, പണം കിട്ടണമെന്ന് തറപ്പിച്ചു പറഞ്ഞു. എല്ലാം ശരിയാണ്, ഇപ്പോൾ ഇത് വാങ്ങി ഞങ്ങളെ സഹായിക്കൂ എന്ന് ഞാൻ പറഞ്ഞു. ശോഭന മുകളിൽ നിന്ന് കണ്ടു. അച്ഛനെ മുകളിലേക്ക് വിളിച്ചു. അദ്ദേഹം തിരിച്ചു വന്ന് പണം വാങ്ങി. ക്ലിയറൻസ് നൽകിക്കൊണ്ട് കത്ത് തന്നു. എന്തോ അവൾക്കൊരു സോഫ്റ്റ് കോർണർ തോന്നി. അവൾ പറഞ്ഞത് കൊണ്ട് വാങ്ങുകയാണ്, പൊയ്ക്കോ എന്ന് പറഞ്ഞു. പിന്നീട് മമ്മൂട്ടിയുടെ സിനിമയ്ക്ക് അഡ്വാൻസ് കൊടുക്കാൻ പോയപ്പോൾ ആ ഷൂട്ടിംഗ് സെറ്റിൽ ശോഭനയുണ്ട്. എല്ലാം തീർന്നെന്ന് കരുതി. എന്നാൽ ഈ സിനിമ ഞാൻ കമ്മിറ്റ് ചെയ്യാൻ കാരണം ശോഭനയാണ്. നിങ്ങളെ പറ്റി വളരെ നല്ല കാര്യങ്ങളാണ് പറഞ്ഞത്. കഷ്ടപ്പെട്ടാണ് ആ സിനിമ എടുത്തത്, പക്ഷെ ആത്മാർത്ഥമായി എടുത്തു എന്നാണ് മമ്മൂട്ടി പറഞ്ഞത്. പൊതുവെ അങ്ങനെ പറയാത്ത ആളാണെന്നും പറഞ്ഞു. പിന്നീട് ഒരിക്കൽ ശോഭനയെ കണ്ടപ്പോൾ നന്ദി പറഞ്ഞു. നിങ്ങൾ വേണമെന്ന് വെച്ചു ചെയ്തതല്ലോ, അതൊന്നും പ്രശ്നമില്ല എന്ന് പറഞ്ഞു. കരച്ചിൽ വന്ന സമയമാണതെന്നും രാം വാസുദേവ് പറയുന്നു. അടുത്തിടെ ഒരു മാഗസിന് നൽകിയ അഭിമുഖത്തിൽ തന്റെ അച്ഛനെ കുറിച്ച് ശോഭന പറഞ്ഞ വാക്കുകളും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. അച്ഛന്റെ പൊക്കമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. സ്വഭാവവും അച്ഛന്റേതാണ്. അച്ഛൻ ഉപദേശങ്ങളൊന്നും തരില്ല. ഞങ്ങളിങ്ങനെ ഒരേ മുറിയുടെ ഓരോ മൂലയിലിരുന്ന് വായിക്കുകയോ ചിന്തിക്കുകയോ ചെയ്തുകൊണ്ടിരിക്കും. ഇടയ്ക്ക് ഞങ്ങൾ കൺകോണിലൂടെ നോക്കും. നോട്ടങ്ങളിലൂടെയാണ് ഞങ്ങൾ കൂടുതലും സംസാരിച്ചിരുന്നത്. പറയാതെ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയുന്ന ആളാണ് അച്ഛൻ ചന്ദ്രകുമാർ എന്നാണ് അച്ഛനെ കുറിച്ച് ശോഭന പറയുന്നത്. കുറെ ലോക പരിചയം ഉണ്ടായിരുന്നു അച്ഛനെന്നും താരം പറയുന്നു. നിശബ്ദമായി എനിക്ക് ആത്മവിശ്വാസം തന്നിരുന്ന വ്യക്തിയാണ്. അച്ഛനെ എനിക്ക് അറിയാമായിരുന്നു. എനിക്ക് അറിയാമെന്ന് അച്ഛനും അറിയാമായിരുന്നു. നല്ല വായനക്കാരനും ചിത്രകാരനുമായിരുന്നു അച്ഛനെന്നും താരം പറയുന്നു. അതുപോലെ ആർക്കിടെക്ചറിനെ കുറിച്ചും അറിവുണ്ട്. എഞ്ചിനീയർ ആയിരുന്നു. വലിയ കാര്യങ്ങളൊന്നും ചെയ്ത് ഊർജ്ജം കളയാൻ ഇഷ്ടപ്പെട്ടില്ല. ഒരു സർജറിക്ക് ശേഷം കൃത്യമായി പരിചരണം കിട്ടിയില്ല. അങ്ങനെയാണ് മരിക്കുന്നതെന്നും ശോഭന ഓർക്കുന്നുണ്ട്. അതേസമയം അച്ഛൻ തന്റെ നൃത്തമോ അഭിനയമോ കണ്ട് വളരെയൊന്നും അഭിനന്ദിച്ചിട്ടില്ലെന്നും ശോഭന പറയുന്നു. മരിക്കുന്നതിന് മുമ്പ് ഒരിക്കൽ പത്മസുബ്രഹ്മണ്യത്തോടൊപ്പമുള്ള തന്റെ നൃത്തം കണ്ട് നന്നായി ചെയ്തു എന്ന് പറഞ്ഞു. സ്മോൾ അടിക്കുന്ന ആളാണ്. മദ്യത്തിന്റെ പുറത്താണോ യഥാർത്ഥത്തിലാണോ അത് പറഞ്ഞതെന്ന് എനിക്കിപ്പോഴും സംശയമുണ്ടെന്നും നടി പറയുന്നു. കുറച്ച് നാളുകൾക്ക് മുമ്പ് ശോഭനയെ രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ചിരുന്നു. പത്മഭൂഷൺ ശോഭനയ്ക്ക് ലഭിച്ചത് അറിഞ്ഞ് അമ്മ ഗംഭീര സ്വീകരണമാണ് വീട്ടിൽ ഒരുക്കിയിരുന്നത്. കുടുംബങ്ങളിൽ നിന്നും ലഭിച്ച സ്വീകരണത്തിന്റെയും അഭിനന്ദനങ്ങളുടെയും വീഡിയോ റീലായി നടി ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിരുന്നു. കൃതജ്ഞതയോടെ എന്നായിരുന്നു വീഡിയോയ്ക്ക് നൽകിയ ക്യാപ്ഷൻ. യാത്ര കഴിഞ്ഞ് മടങ്ങിയെത്തിയ മകളെ ഹാരമണിയിച്ച് സ്വീകരിക്കാൻ അവശതയിലും അമ്മ ആനന്ദം ചന്ദ്രകുമാർ ഉമ്മറത്ത് കാത്തുനിൽപ്പുണ്ടായിരുന്നു. 2 ഹാരമാണ് അമ്മ മകളെ അണിയിച്ചത്. ഹാരങ്ങളിൽ ഒന്ന് വളർത്തുമകൾ നാരായണയുടേതാണെന്ന് അമ്മ ശോഭനയോട് പറയുന്നതും കൺഗ്രാറ്റുലേഷൻസ്, എന്റെ സ്വപ്നം സത്യമായി എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ചുംബിക്കുന്നതും വീഡിയോയിൽ കാണാമായിരുന്നു. ലവ് ഫ്രം അമ്മ എന്നാണ് ശോഭന അമ്മ നൽകിയ സ്വീകരണത്തെ വിശേഷിപ്പിച്ചത്. അമ്മയുടെ സ്നേഹം ഏറ്റുവാങ്ങിയ ശേഷം നടി നേരെ പോയത് നൃത്തവിദ്യാലയത്തിനുള്ളിൽ സ്ഥാപിച്ചിരിക്കുന്ന നടരാജ വിഗ്രഹത്തിന് മുന്നിലേക്കാണ്. ഒരു നിമിഷം എല്ലാം മറന്ന് സർവ്വം സമർപ്പിച്ച് കൃതജ്ഞതയോടെ വിഗ്രഹത്തിന് മുന്നിൽ നിന്ന് തൊടുകുറി ചാർത്തുകയും ചെയ്തിരുന്നു. അടുത്തിടെ 55 വയസ്സുകാരിയായ ശോഭന ഇനിയും വിവാഹം കഴിക്കാത്തതിന്റെ കാരണം നടി തന്നെ പറഞ്ഞിരുന്നു. ഒറ്റയ്ക്ക് ജീവിക്കാൻ ഏറെ ഇഷ്ടമുള്ള ആളാണ് ഞാൻ. വിവാഹത്തോട് തനിക്ക് ഇതുവരെ ഒരു ആകർഷണവും തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് ജീവിക്കുന്നതാണ് ആശ്വാസം. വിവാഹം കഴിക്കാത്തതിന്റെ കാരണമായി ഒരു അഭിമുഖത്തിൽ ശോഭന പറഞ്ഞത് ഇങ്ങനെയാണ്. വിവാഹം വേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തിയതിനു ശേഷം 2011-ലാണ് ശോഭന ഒരു പെൺകുഞ്ഞിനെ ദത്തെടുക്കുന്നത്. മകൾക്ക് നാരായണി എന്ന പേരും നൽകി.
കൈക്കുഞ്ഞായിരുന്നപ്പോഴാണ് ശോഭനയ്ക്ക് നാരായണിയെ കിട്ടുന്നത്. നാരായണിയുടെ കുട്ടിക്കാലത്ത് മുഴുവനും വളരെ വേണ്ടപ്പെട്ടവരുടെ പരിപാടികൾക്ക് മാത്രമേ ശോഭന മകളെ ഒപ്പം കൂട്ടി പോയിക്കൊണ്ടിട്ടുള്ളൂ. 2011 ശോഭന പെൺകുഞ്ഞിനെ ദത്തെടുത്തത്. നാരായണിയുടെ ചോറൂണ് ചിത്രങ്ങൾ ശോഭന പങ്കുവച്ചിരുന്നു. മകളാണ് ശോഭനയുടെ എല്ലാം. കഴിഞ്ഞ മാതൃദിനത്തിൽ ശോഭന ഇൻസ്റ്റാഗ്രാമിൽ പങ്കിട്ടൊരു വീഡിയോയും വൈറലായിരുന്നു. നാരായണയ്ക്കൊപ്പം വെസ്റ്റേൺ ഡാൻസിന് ചുവട് വെക്കുന്ന വീഡിയോയായിരുന്നു അത്. ആ വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. നാരായണി വളർന്നതിന് ശേഷം ശോഭന പങ്കുവച്ച വീഡിയോയും അതായിരുന്നു. മലയാളത്തിൽ തുടങ്ങി വിവിധ ഇന്ത്യൻ ഭാഷകളും പിന്നിട്ട് ഇംഗ്ലീഷ് ഭാഷ വരെ അനവധി സിനിമകളിലായി അനേകം കഥാപാത്രങ്ങൾ ശോഭന നൽകി കഴിഞ്ഞു. മലയാളത്തിൽ സൂപ്പർ താരങ്ങളുടെ നായികയായി ഏറ്റവും നന്നായി അഭിനയിച്ച് അംഗീകരിക്കപ്പെട്ട നടിയ ശോഭനയാണ്. മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി എന്നിവർക്ക് ഏറ്റവും കൂടുതൽ ചേർച്ച തോന്നിക്കുന്ന നായിക. 80കളിൽ മമ്മൂട്ടി, ശോഭന, മോഹൻലാൽ, ശോഭന ജോഡികളായിരുന്നു മലയാള സിനിമയിലെ മിന്നും താരങ്ങൾ. സത്യൻ അന്തിക്കാട് ചിത്രങ്ങളിലെ ലാൽ ശോഭന ടീം സാധാരണക്കാരുടെ മനസ്സിൽ കൂട്ടുകൂടി. ഒടുവിൽ മൺചിത്രത്താഴിലൂടെ ശോഭന ദേശീയ അവാർഡ് വാങ്ങി. 2009 സാഗർ ഇലിയസ് ചാക്കി എന്ന സിനിമയ്ക്ക് ശേഷം ശോഭന കരിയറിൽ ഒരു വലിയ ബ്രേക്ക് എടുത്തു. പിന്നീട് 2013 വിനീത് ശ്രീനിവാസൻ സംവിധാനത്തിലെത്തിയ തിര എന്ന സിനിമയിലൂടെയാണ് ശോഭനയുടെ രണ്ടാം വരവ്. ഡോക്ടർ രോഹിണി പ്രതാപ് എന്ന കഥാപാത്രം രണ്ടാം വരവിൽ ശോഭനയ്ക്ക് ലഭിച്ച ശക്തമായ വേഷമായിരുന്നു. ഇടവേള കഴിഞ്ഞ് ശോഭന തിരിച്ചെത്തിയപ്പോഴും തന്റെ ഉള്ളിലെ ആ ഫയറിന് ഒട്ടും കുറവില്ലെന്ന് തെളിയിച്ചു. തിര എന്ന സിനിമയെ മുഴുവൻ താങ്ങി നിർത്തി പതിവ് ക്ലീഷകളെ ബ്രേക്ക് ചെയ്ത നായികയായി ശോഭന. സാധാരണ സിനിമയിൽ നിന്ന് ബ്രേക്ക് എടുത്തു പോയ നായികമാർ വർഷങ്ങൾക്ക് ശേഷം തിരിച്ചെത്തുമ്പോൾ അവർക്കുള്ള ഫാൻ ബേസിന് ഇടിവ് സംഭവിക്കാറാണ് പതിവ്. എന്നാൽ ശോഭനയുടെ ഫാൻസ് ഒന്നുകൂടി എന്നല്ലാതെ ഒരിക്കലും കുറവ് സംഭവിച്ചിട്ടില്ല. ഏപ്രിൽ 18 എന്ന ബാലചന്ദ്ര മേനോൻ സിനിമയിൽ നായികയായാണ് മലയാളത്തിൽ ശോഭനയുടെ അരങ്ങേറ്റം. പിന്നീട് പെട്ടെന്ന് നായക നിരയിലെ അവഗണിക്കാനാകാത്ത സാന്നിധ്യമായി. അംബിക, മേനക, കാർത്തിക, രേവതി, രോഹിണി, നദിയ മൊയ്തു, സുഹാസിനി തുടങ്ങിയവരായിരുന്നു ആ സമയത്തെ പ്രധാന മലയാളി നായികമാർ. അവർക്കിടയിൽ പെട്ടെന്ന് ഇരിപ്പിടം നേടാൻ ശോഭനയ്ക്കായി. ഇന്നും മലയാളത്തിലെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന വിഷയത്തിൽ ആരാധകർക്കിടയിൽ തർക്കം നടക്കാറുണ്ട്.